എ വാലിഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ്. ഇത് ജോൺ ഡണ്ണിൻ്റെ വൺ ഓഫ് ദ ഫേമസ് മെറ്റാഫിസിക്കൽ പോമാണ്. ഇത് 17th സെഞ്ച്വറിയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. ഇതൊരു ഫെയർവെൽ പോമാണ്. അതായത് ജോൺ ഡൺ തൻ്റെ വൈഫായിട്ടുള്ള ആൻ ഡണ്ണിനെ വിട്ടിട്ട് അദ്ദേഹം ഒരു ഡിപ്ലോമാറ്റിക് ട്രിപ്പിനായിട്ട് ഇംഗ്ലണ്ടിൽ നിന്ന് ഫ്രാൻസിലേക്ക് പോവുകയാണ്. സോ ആ സമയത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ പോയത്തിലുള്ളത്. So, the poem explores theme of love, separation and the connection between the lovers even when they are physically apart. അതായത് ഈ പോമിൽ വരുന്ന തീംസാണ് ലവ് ഉണ്ട്, സെപ്പറേഷൻ ഉണ്ട്, അതുപോലെ തന്നെ രണ്ട് ലവേഴ്സിൻ്റെ ഇടയ്ക്കുള്ള കണക്ഷൻ. അവരിപ്പോൾ അതായത് ഫിസിക്കലി അവരെടുത്തില്ലെങ്കിലും അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു കണക്ഷൻ, ഇതിനെല്ലാം വെച്ചിട്ടാണ് ഈ പോയത്തിൽ പറയുന്നത്. So the central idea of the poem is that true love is not dependent on physical presence. അതായത് യഥാർത്ഥ സ്നേഹം എന്താണ്, അതിന് നമ്മൾ അടുത്ത് വേണം അല്ലെങ്കിൽ ഫിസിക്കൽ പ്രസൻസ് വേണം എന്നില്ല എന്നാണ് പറയുന്നത്. ജോൺ ഡൺ ഇതിൽ മെറ്റാഫിസിക്കൽ കൺസീപ്റ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, എക്സ്റ്റെൻഡഡ് മെറ്റഫേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ, ആ ഒരു ലവ് എന്ന് പറയുന്നത് സ്പിരിച്വലാണ്, അതുപോലെ അതിന് എത്ര ഡിസ്റ്റൻസ് വേണമെങ്കിലും താണ്ടാൻ കഴിയും എന്നുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെറ്റാഫിസിക്കൽ കൺസീപ്റ്റ്സും എക്സ്റ്റെൻഡഡ് മെറ്റഫേഴ്സും യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഫസ്റ്റ് സ്റ്റാൻസയിലേക്ക് പോവാം. ഫസ്റ്റ് സ്റ്റാൻസയിൽ ആസ് വെർച്വസ് മെൻ പാസ് മൈൽഡ്ലി അവേ ആൻഡ് വിസ്പർ ടു ദെയർ സോൾസ് ടു ഗോ വൈൽസ്റ്റ് സം ഓഫ് ദെയർ സാഡ് ഫ്രണ്ട്സ് ഡു സേ ദ ബ്രെത്ത് ഗോസ് നൗ ആൻഡ് സം സേസ് നോ. ഇതിൽ പറയുന്നത് ഫസ്റ്റ് തന്നെ ഈ പോം തുടങ്ങുന്നത് വെർച്വസ് മാനിൻ്റെ ഡെത്തുമായിട്ടാണ്. അതായത് ഒരു വെർച്വസ് മാനിൻ്റെ ഡെത്ത് എന്ന് പറയുന്നത്, മരണം എന്ന് പറയുന്നത് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഡെത്തായിരിക്കും. ആ ഒരു ഡെത്തിനെയാണ് ഇവർ തമ്മിലുള്ള, അതായത് ജോൺ ഡണ്ണും അദ്ദേഹത്തിൻ്റെ വൈഫും തമ്മിലുള്ള ഒരു പാർട്ടിങ്ങിനെ കുറിച്ച് കമ്പയർ ചെയ്യുന്നത്. ഇവിടെ ഇത്തരത്തിലുള്ള മനുഷ്യർ മരിക്കുന്ന സമയത്ത് എന്താ ഉണ്ടാവുന്നത്, അവരുടെ പാസിങ് എന്ന് പറയുന്നത് ഭയങ്കര ക്വയറ്റും ശാന്തമായിട്ടുള്ള ഒരു പാസിങ് ആയിരിക്കും. അതായത് ഏത് സമയത്താണ് എക്സാക്റ്റ് ആയിട്ട് അവരുടെ ശരീരത്തിൽ നിന്നും ആത്മാവ് പോയത് എന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഈ ഒരു ഇമേജാണ് നമ്മൾക്ക് ഒരു സെൻട്രൽ ആർഗ്യുമെൻ്റ് ഈ പോമിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ലവ് എന്ന് പറയുന്നത് വളരെ ശാന്തമായിട്ടുള്ള ഡിഗ്നിഫൈഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനൊരിക്കലും ലൗഡോ ഡ്രമാറ്റിക്കോ ആക്കരുത് എന്നുള്ളത് പറയുന്നുണ്ട്. ഒരു നല്ലൊരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു സ്ട്രഗിളും ഇല്ലാതെയാണ് പോകുന്നത്. അതേപോലെ തന്നെ എന്താണ്, ഒരു മോർണിംഗോ അതായത് എക്സസീവായിട്ട് ആവശ്യമില്ലാതെ ഒരുപാട് ഡ്രമാറ്റിക് ആയിട്ട് കരഞ്ഞിട്ടൊന്നും ആവരുത് നമ്മളുടെ പാർട്ടിങ് എന്നുള്ളത് ജോൺ ഡൺ പറയുകയാണ്. സെക്കൻഡ് സ്റ്റാൻസിൽ സോ ലെറ്റ് us melt and make no noise, no tear floods nor sigh tempests move to a profanation of our joys to tell the laity our love. ഇവിടെ മെൽറ്റ് എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ടല്ലേ. മെൽറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താ, ഒരു മെഴുകുതിരി മെൽറ്റായി പോവുക, വാക്സ് മെൽറ്റായി പോവുക എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ട് ഗ്രാജുവലായിട്ട് നടക്കുന്നൊരു പ്രോസസ്സാണ്. അതും സത്യത്തിൽ പറഞ്ഞാൽ ഒരു ഫോളാണല്ലേ. മെൽറ്റിംഗ് എന്ന് പറയുന്നത് ഒരു തകർച്ചയാണ്. എന്നാൽ തകർച്ച എന്നുള്ള വാക്ക് സൃഷ്ടിക്കുന്ന ഒരു ഭീകരാവസ്ഥ മെൽറ്റിംഗ് സൃഷ്ടിക്കുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം തകർന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ പോലെ ആവരുത്. ഒരു മെൽറ്റിങ്ങിനെ പോലെ ഭയങ്കര ക്വയറ്റായിട്ടുള്ള ഗ്രാജുവലായിട്ടുള്ള ഒരു ഡിപ്പാർച്ചർ ആയിരിക്കണം നമ്മളുടെ ഇടയിലും നടക്കുന്നത് എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ഇദ്ദേഹം പറയുകയാണ്, ഒരിക്കലും ഞാൻ പോകുന്നതിന് നീ ഒരുപാട് പൊട്ടി അലറി വിളിച്ച് കരയരുത് എന്ന് പറയുന്നുണ്ട്. അതായത് നോ ടിയർ ഫ്ലഡ്സ്, കണ്ണീരുകൊണ്ട് പ്രളയം സൃഷ്ടിക്കരുത്. അതൊക്കെ എക്സ്റ്റെൻഡഡ് മെറ്റഫേഴ്സ്, ഹൈപ്പർബോളിക് ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ നോ സൈ ടെമ്പെസ്റ്റ്, അതായത് നെടുവീർപ്പിട്ട് പൊട്ടിക്കരഞ്ഞ് വലിയൊരു ഡ്രമാറ്റിക് സീന് ക്രിയേറ്റ് ചെയ്തിരുത്. പൊതുവേ ഫിസിക്കൽ പ്രസൻസിൽ ഉണ്ടാവുന്ന ലവുകൾ, ഓർഡിനറി പീപ്പിളിൻ്റെ ലവിൽ എന്താ, അവർ പാർട്ടി ചെയ്യുന്ന സമയത്ത് ഒരുപാട് അലറി വിളിച്ച് കരഞ്ഞ് കുറേ ഡ്രമാറ്റിക് ആയിട്ടുള്ള സീൻ ഉണ്ടാക്കും. അത്തരത്തിലുള്ള സീനിനെ ഇവിടെ മോക്ക് ചെയ്യുകയാണ് ജോൺ ഡൺ. അതുപോലെ തന്നെ അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ നമ്മളുടെ നമ്മളുടെ സങ്കടങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മളുടെ സേക്രഡ് ലവ്, നമ്മുടെ പരിശുദ്ധമായിട്ടുള്ള സ്നേഹത്തിനോട് കാണിക്കുന്ന ഒരു പ്രൊഫനേഷനാണ്, ഒരു ഡിസോണറാണ് എന്ന് പറയുന്നുണ്ട്. പ്രൊഫനേഷൻ എന്ന് പറയുന്നത് എന്താ, ഡിസോണർ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നമ്മൾ ആ സാക്രഡ് ലവിനോട് കാണിക്കുന്ന ഒരു ബഹുമാനമില്ലായ്മയാണത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ദ ലേറ്റി എന്ന് പറയുന്ന ഒരു ഫ്രേസ് ഉപയോഗിക്കുന്നുണ്ട്. ലേറ്റി എന്ന് പറയുന്നത് ആരാ, ഓർഡിനറി പീപ്പിൾ, സാധാരണ ആളുകൾ. സാധാരണ ആളുകളുടെ ലവ് എന്ന് പറയുന്നത്
എന്താ ഫിസിക്കൽ പ്രസൻസിനെ ബൗണ്ട് ചെയ്തിട്ടുള്ള ഒരു ലവാണ്. അവർക്ക് ഡീപ്പ് അല്ലെങ്കിൽ സ്പിരിച്വൽ കണക്ഷനെ കുറിച്ചൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇയാൾ എന്താ പറയുന്നത്, ഓർഡിനറി പീപ്പിളിന് നമ്മളുടെ ഡീപ്പ് ആൻഡ് സ്പിരിച്വൽ കണക്ഷൻ അറിയില്ല. നമ്മളുടെ ലവ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് സിമ്പിൾ വേർഡ്സിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. അതായത് ബിയോണ്ട് എക്സ്പ്രഷനാണ് നമ്മളുടെ ലവ് എന്ന് പറയുന്നത്. നോക്കാം. മൂവിങ് ഓഫ് ദ earth brings harms and fears. Men reckon what it did and meant, but trepidation of the spheres, though greater far, is innocent. ഇതിൽ ഡൺ എന്താ ചെയ്യുന്നത്, ഫിസിക്കൽ ആൻഡ് എർത്ത്ലി ഇവൻറ്റ്സിനെ കോസ്മിക് ആയിട്ടുള്ള ഇവൻറ്റ്സുമായിട്ട് കോൺട്രാസ്റ്റ് ചെയ്യുകയാണ്. അതായത് മൂവിങ് ഓഫ് ദ എർത്തിൻ്റെ ഒരു ചലനം, മൂവിങ്, അതെന്താണ്, ഭൂചലനം അല്ലെങ്കിൽ ഭൂമികുലുക്കത്തിനെയാണ് റെഫർ ചെയ്യുന്നത്. ഈ ഭൂമികുലുക്കം എന്ന് പറയുന്നത് ആളുകളിൽ ഒരുപാട് പേടിയും അതുപോലെ ഒരുപാട് ഡിസ്റപ്ഷൻ, ഒരുപാട് തകർച്ചയൊക്കെ സംഭവിക്കുന്ന കാര്യമാണ് എർത്ത് വീക്ക്. അതേപോലെ തന്നെ ട്രെപ്പിഡേഷൻ ഓഫ് ദ സ്പിയേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് മുമ്പുണ്ടായ, അതായത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ആസ്ട്രോണമിക്കൽ ബിലീഫാണ്. സെലസ്റ്റിയൽ ബോഡീസിൻ്റെ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബിലീഫാണ്. സോ ട്രെപ്പിഡേഷൻ ഓഫ് ദ സ്പിയർ എന്ന് പറയുന്നത് സെലസ്റ്റിയൽ ബോഡീൻ്റെ ആ ഒരു ചലനം. അതെങ്ങനെയാണ്, വളരെ സ്ലോവും സൈലൻറ്റുമാണ്. പക്ഷേ എർത്ത് വേക്ക് എന്താ, വളരെ ഡിസ്റപ്റ്റീവ് ആയിട്ടുള്ള, ഭയങ്കര പേടി ജനിപ്പിക്കുന്ന ഒരു മൂവ്മെൻറ്റാണ്. സോ ആ രണ്ട് മൂവ്മെൻറ്റിനെയാണ് കമ്പയർ ചെയ്യുന്നത്. സോ എന്നാൽ സെലസ്റ്റിയൽ ബോഡീൻ്റെ ഈ മൂവ്മെൻറ്റ് എർത്ത് വേക്കിനേക്കാൾ എത്രയോ ഗ്രാൻഡ്, എത്രയോ വലുതാണ്. പക്ഷേ അത് ഒരിക്കലും ഒരു എന്താ പറയുക പാനിക് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല, ഒരു പേടിയൊന്നും ജനിപ്പിക്കുന്നില്ല. സോ ഡണ്ണ് ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, ഈ സെലസ്റ്റിയൽ ബോഡീസിൻ്റെ സ്ലോ ആൻഡ് സൈലൻറ്റ് മൂവ്മെൻറ്റിനെ ഹെവൻസിൻ്റെ സ്ലോ ആൻഡ് സൈലൻറ്റ് മൂവ്മെൻ്റ് ആയിട്ടാണ് പറയുന്നത്. അതായത് ഡണ്ണിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ഇത്തരത്തിൽ സൈലൻ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ്. അത് എന്തിൻ്റെ മൂവ്മെൻറ്റാണ്, ഹെവൻസിൻ്റെ. സെലസ്റ്റിയൽ ബോഡീനെ എന്താ, സ്വർഗമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. സോ സ്വർഗത്തിൻ്റെ അത്തരത്തിൽ സൈലൻ്റ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ് ഇവരുടെ ലവ് എന്ന് പറയുന്നുണ്ട്. അതായത് അത് വളരെ വലുതുമാണ്, അൺഡിസ്റ്റർബ്ഡുമാണ്. അതായത് ഇവരുടെ ഈ ഒരു പാർട്ടിങ് ഇല്ലേ, ഇത് കാരണം വേറൊന്നും ഡിസ്റ്റർബ്ഡ് ആവുന്നില്ല. അതായത് അവരുടെ ലവിന് ഡിസ്റ്റർബ് ചെയ്യുന്നില്ല ഈ പാർട്ടിങ് എന്നുള്ളതാണ് പറയുന്നത്. സോ ഒരു എർത്ത് ക്വേക്ക് എന്താണ്, വലിയ ഡിസപ്ഷനാണ്. അത് നമുക്ക് ഇങ്ങനെയും കണക്ട് ചെയ്യാം. അതായത് എർത്ത് ക്വേക്ക് എന്ന് പറയുന്നത് നമ്മളൊരു നോർമൽ മാൻ്റെ ലവിൽ ഉണ്ടാവുന്ന ഡ്രമാറ്റിക് ആയിട്ടുള്ള എക്സ്പ്രഷൻ ഓഫ് ഗ്രീഫില്ലേ, അതായത് രണ്ട് പേര് അകന്ന് പോകുമ്പോഴുള്ള ആ ഓവറായിട്ടുള്ള പൊട്ടിക്കരച്ചിലുകളും പ്രഹസനങ്ങളും ഒക്കെ എന്താ എർത്ത് ക്വേക്കിനോട് കമ്പയർ ചെയ്യാം. പക്ഷേ ഇവിടെ ഹെവൻസിൻ്റെ സൈലൻറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് അൺഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ലവാണ്. ഇവരുടെ സെപ്പറേഷൻ കാരണം ഇവരുടെ ലവിനെ അതൊന്നും ബാധിക്കുന്നില്ല. അവിടെ ഓവറായിട്ട് ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. സോ ഇതിനെയാണ് ഇവിടെ ഡണ്ണ് പറയുന്നത്. സ്റ്റാൻസ 4 ഡൾ സബ്ലൂണറി ലവേഴ്സ് ലവ് whose soul is sense cannot admit absence because it doth remove those things which elemented it. ഇവിടെ ഡൾ സബ്ലൂണറി ലവേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഇത് ഒരു ക്രിട്ടിസൈസിങ് ആണ്. ആരെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഇവിടെ, നോർമൽ ലവേഴ്സിനെ അല്ലേ, കോമൺ പീപ്പിൾ ആയിട്ടുള്ള ലവേഴ്സിനെ. അവരുടെ ലവ് എങ്ങനത്തെ ലവ് ആയിരിക്കണം, ഏർത്ത്ലി ആൻഡ് ഫിസിക്കൽ അട്രാക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ലവ്. അത്തരത്തിലുള്ള ലവ് ഷെയർ ചെയ്യുന്ന ആളുകളെയാണ് ഡൾ സബ്ലൂണറി ലവേഴ്സ് എന്ന് പറയുന്നത്. സബ്ലൂണറി എന്ന് പറഞ്ഞാൽ എന്താ, മൂണിൻ്റെ താഴെ വരുന്നത്, അതായത് എർത്താണ് അവരുടെ ലിമിറ്റ്. ഏർത്ത്ലി ലവേഴ്സ്, അതായത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെപ്പറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ താങ്ങാൻ കഴിയില്ല. അവർക്ക് എപ്പോഴും ഫിസിക്കൽ പ്രസൻസ് വേണം. ഫിസിക്കലായിട്ട് പ്രസൻ്റ് ആണ് അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ മാത്രമാണ് അവരുടെ ഉള്ളിൽ ലവ് ഉള്ളൂ. പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയി പോകുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അതിന് താങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ എർത്ത്ലി ലിമിറ്റേഷൻസ് ഉള്ള ലവേഴ്സിനെയാണ് ഡൾ സബ്ലൂണറി ലവേഴ്സ് എന്ന് പറയുന്നത്. ഇൻ കോൺട്രാസ്റ്റ് ഡൺ എന്താ സജസ്റ്റ് ചെയ്യുന്നത്, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഷെയർ ചെയ്യുന്ന ലവ് എങ്ങനെയാണ്, സ്പിരിച്വലാണ്. അത് ആത്മീയമായിട്ടുള്ള ലവാണ്. അത് ഒരിക്കലും ഒരു ബോഡിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഈവൻ ബോഡി പാർട്സ്, അതായത് ബോഡി പാർട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ബോഡി, രണ്ട് ശരീരങ്ങൾ അകന്നു പോവുകയാണെങ്കിലും എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ലവിനെ ഒന്നും ബാധിക്കുന്ന, ബിക്കോസ് ഇവരുടെ ഉള്ളിലുള്ള കണക്ഷൻ എന്താ, സ്പിരിച്വൽ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള പ്യുവർ ആൻഡ് റിഫൈൻഡ് ആയിട്ടുള്ള കണക്ഷനാണ്. 5th stanza. But we by a love so much refined that ourselves know not what it is, inter-assured of the mind, careless eyes, lips and hands to miss. ഇവിടെ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ഇടയിലുള്ള ലവ് എന്താണ്, റിഫൈൻഡ് ആയിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള ലവ് ആണെന്നാണ് പറയുന്നത്. അതായത് അത്രയും ഒരു സുപ്രീം പൊസിഷനിലാണ് ആ ലവിനെ അവർ ഇദ്ദേഹം വർണ്ണിച്ച് വെച്ചിട്ടുള്ളത്. അതായത് അതിനെ അത്രയും എന്താ പറയുക, വാക്കുകൾ കൊണ്ട് ഡിഫൈൻ ചെയ്യാൻ പോലും പറ്റില്ല. അവരുടെ ലവ് എന്ന് പറയുന്നത് എന്തിനാ, ഇൻ്റലക്ച്വൽ ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ളത്. അത്രയും ഡീപ്പായിട്ടുള്ളൊരു ലവാണ്. അവിടെ ഫിസിക്കൽ പ്രസൻസിന് സ്ഥാനമേ ഇല്ല. സോ അത്രയും ഒരു എന്താ പറയുക, റിഫൈൻഡ് ആയിട്ടുള്ള അത്രയും
സുപ്രീം ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിൽക്കുന്ന ലവാണ് ഇവരുടേത് എന്നുള്ളതാണ് നമുക്ക് ഈ പോയത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അതുപോലെ തന്നെ ഓർഡിനറി ലവേഴ്സിനെ പോലെയല്ല ഇവർക്ക് സ്ഥിരം കാണണ്ടയോ അല്ലെങ്കിൽ ടച്ച് ചെയ്യേണ്ടയോ ഫിസിക്കലി എടുത്ത് വേണം എന്നുള്ളയോ ആവശ്യങ്ങളൊന്നുമില്ല കണക്റ്റഡ് ആണ് എന്ന് തോന്നാൻ. ഇവരിപ്പോൾ സെപ്പറേറ്റഡ് ആണെങ്കിലും ഇവരുടെ സോൾസ് തമ്മിൽ സ്പിരിച്വലി കണക്റ്റഡ് ആണ്. സോ അവിടെ ലവിന് എന്താണ് ബോഡി പ്രസൻസ് ആവശ്യമില്ല എന്നാണ് പറയുന്നത്. 6th stanza. Our two souls therefore which are one, though I must go into a not yet a breach but an expansion like gold to airy thinnest beat. ഇവിടെ ജോണ്ടൺ പറയുന്നുണ്ട് ഇവരുടെ രണ്ടുപേരുടെയും സോൾ എന്താണ് ഒന്നാണ്, രണ്ട് ആത്മാക്കളും ഒന്നാണ്, രണ്ട് വ്യത്യസ്ത എൻറ്റിറ്റീസ് അല്ല, രണ്ട് വ്യത്യസ്ത സംഭവങ്ങളല്ല, ഒരൊറ്റ സോളാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇയാൾ പോകുന്നത് കാരണം ഇവിടെ വലിയൊരു ബ്രേക്ക്, ഒരു ഹാർട്ട് ബ്രേക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല, പകരം ഒരു എക്സ്പാൻഷനാണ് ഉണ്ടാവുന്നത്. അതായത് എത്രത്തോളം അവർ അകന്നു പോകുന്നു അത്രത്തോളം അവരുടെ ലവും സ്ട്രെച്ച് ചെയ്ത് പോകുന്നുണ്ട്, അവരുടെ ഇടയിലുള്ള ലവും വളർന്നു വരുന്നുണ്ട്, ഗ്രോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ഗോൾഡിനെ ബീറ്റ് ചെയ്യുന്ന ഒരു മെറ്റഫർ കാണാം. അതായത് ഗോൾഡിനെ അടിച്ച് ചെറിയ ചെറിയ തിന്നായിട്ടുള്ള ഷീറ്റുകളാക്കി മാറ്റുകയാണ്. സോ ഇത് ഗോൾഡിനെ നമ്മൾ എത്രത്തോളം അടിച്ച് പരത്തി ചെറിയ ഷീറ്റാക്കി മാറ്റിയാലും ഗോൾഡിൻ്റെ വാല്യൂ റിമൈൻസ് ദ സെയിം. അതുപോലെ തന്നെ അതെത്ര സ്ട്രെച്ച് ചെയ്താലും അതിൻ്റെ വാല്യൂ അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇവരുടെ ലവ്. എത്രത്തോളം അകന്നു കഴിഞ്ഞാലും ഇവരുടെ സോൾസ് എന്താണ്, അല്ലെങ്കിൽ ഇവരെന്താണ് സ്പിരിച്വലി കണക്റ്റഡ് ആണ്. സോ അതൊന്നും ഇവരെ ബാധിക്കില്ല എന്നുള്ളതാണ്, ഫിസിക്കൽ സെപ്പറേഷൻ ഇവരെ ബാധിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് ഈ ഒരു മെറ്റഫറിലൂടെ ഉദ്ദേശിക്കുന്നത്. 7th stanza. If they be two, they are two so, as stiff twin compasses are two. Thy soul the fixed foot makes no show, to move but doth if the other do. ഡണ്ണ് യൂസ് ചെയ്യുന്നത് എന്താ, ഒരു മെറ്റഫർ യൂസ് ചെയ്യുന്നുണ്ടല്ലേ, ട്വിൻ കോമ്പസസ് എന്ന് പറഞ്ഞത്. ഇവിടെ എന്താണ് ഈ ട്വിൻ കോമ്പസസ്, അതായത് ഇയാളും ഈ വൈഫും കൂടെ ഫിസിക്കലി സെപ്പറേറ്റഡ് ആണെങ്കിലും ഇവരെന്താണ് ഒന്ന് തന്നെയാണ്, ഒരു മുഴുവനായിട്ടുള്ള ഒന്നിൻ്റെ രണ്ട് ഭാഗങ്ങൾ മാത്രമാണ് ഇവർ എന്നാണ് പറയുന്നത്. സോ കോമ്പസ് എന്ന് പറയുന്നത് എന്താ, ഒരു സാധനമാണ് കോമ്പസ് എന്ന് പറയുന്നത്. പക്ഷെ അതിന് 2 ലെഗ്സ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇവരും, ഒരു കാര്യത്തിൻ്റെ 2 പാർട്ടുകളാണ് ഇവർ. കോമ്പസിനെ അതിൻ്റെ സെൻറ്ററിലാണ് ജോയിൻ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ഇവർ സെപ്പറേറ്റ് ആണെന്ന് തോന്നുമെങ്കിലും ഇവർ എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നത്, ഒരൊറ്റ സിംഗിൾ എൻറ്റിറ്റി ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇവരെന്താണ് ഇവരുടെ ഇടയിലുള്ള ലവും. ഇതെന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഇടയിലുള്ള ഒരു ഡിപ്പെൻഡൻസിനെ കാണിക്കുകയാണ് ആസ് എ കോമ്പസ്. ഒരു കോമ്പസിനോട് കമ്പയർ ചെയ്യുമ്പോഴുള്ള ഡിപ്പെൻഡൻസ്, അതായത് കോമ്പസിൻ്റെ 2 ലെഗ്സ് എങ്ങനെയാണോ ഡിപ്പെൻഡഡ് ആയിട്ടുള്ളത് അതുപോലെ തന്നെയാണ് നമ്മളുടെ ജോൺ ഡണ്ണും ആൻ ഡണ്ണും ഉള്ളത് എന്നാണ് പറയുന്നത്. ജോൺ ഡൺ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ സോളിനെ കോമ്പസിൻ്റെ ഫിക്സഡ് ഫുട്ട്, അതായത് നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കുമ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെക്കുന്ന ആ ഒരു കാലുണ്ടാവില്ലേ കോമ്പസിൻ്റെ, അതിനെയാണ് ആൻഡണ്ണുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. സോ ആൻഡൺ അവിടെ ഫേമായിട്ട് മൂവ് ചെയ്യാതെ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മളുടെ മൂവിങ് ലെഗായിട്ടുള്ള ജോൺ ഡണ്ണിന് അദ്ദേഹത്തിന് വേണ്ട മൂവ്മെൻറ്റ്സ് ഒക്കെ നടത്താൻ കഴിയുന്നത്. സോ അതൊരു മെറ്റാഫിസിക്കൽ സെൻസിലാണ് അതവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ വൈഫ് ഫിക്സഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഡണ്ണിന് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്നത്. അതായത് നമ്മൾ ഇപ്പം ഇത് കേൾക്കുമ്പോൾ തോന്നും വൈഫ് വളരെ സ്റ്റേഷനറി ആയിട്ട് അവിടെ പാസീവായിട്ട് ഒരു കാര്യമില്ലാതെ നിൽക്കുകയെന്ന്. പക്ഷെ അങ്ങനെയല്ല, വൈഫിൻ്റെ റോൾ എന്ന് പറയുന്നത് ഇതിൽ വളരെ ആക്റ്റീവാണ്, വളരെ എസെൻഷ്യലും ആയിട്ടുള്ളതാണ് അവരുടെ സ്നേഹബന്ധത്തിൽ. അതായത് ഈ വൈഫ് അവിടെ ഫേമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഡണ്ണിന് മൂവ് ചെയ്യാൻ കഴിയുന്നതും അവരുടെ ഇടയിലുള്ള ആ ഒരു ലവ് ഗ്രോ ചെയ്യുന്നതും വളരുന്നതും എല്ലാം. ഇനി സ്റ്റാൻഡ്സ് 8. ആൻഡ് through it in the center set, yet when the other far doth roam, it leans and hearkens after it, and grows erect as that comes home. ഇവിടെ നേരത്തെ പറഞ്ഞല്ലേ ജോൺ ഡണ്ണിൻ്റെ വൈഫിനെ ഫിക്സഡ് ഫൂട്ടായിട്ടാണ് കമ്പയർ ചെയ്യുന്നതെന്ന്. സോ ഡണ്ണിൻ്റെ വൈഫ് ആ സെൻറ്ററിൽ റിമൈൻ ചെയ്യുന്നത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് ആക്റ്റീവായിട്ട് റിവോൾവ് ചെയ്യാൻ കഴിയുന്നത്. അതായത് നമുക്ക് ഈ ഒരു സെൻസിലും കൂടെ അതിനെ ആലോചിക്കാം. ഈ ആൻമോർ ആൻഡൺ എന്ത് ചെയ്യാണ്, വീട്ടിൽ നിൽക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളിലും മറ്റ് കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നത്. കാരണം ഫാമിലി ലൈഫ് ബാലൻസ് ചെയ്യാനായിട്ട് ആൻഡൺ ഒരുപാട് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും ഫാമിലിയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നോക്കുന്നത് നമ്മളുടെ ആൻഡണ്ണാണ്. സോ അവരുടെ ഇടയിലുള്ള ആ ഒരു കണക്ഷനെ, ശരിക്കും ആ ഒരു ഡിപ്പെൻഡൻസിനെ വളരെ
അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മൾ ജോൺ ഡൺ ഇതിൽ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കോമ്പസ് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സർക്കിൾ വരയ്ക്കാമെന്ന് വിചാരിച്ചോളൂ. ആസ് ദാറ്റ് മൂവിങ് ലെഗ് പോകുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ ഫിക്സഡ് ഫുട്ട് ഈ മൂവിങ് ലെഗിൻ്റെ അടുത്തേക്ക് ലീൻ ചെയ്യുന്നത് കാണാം, ഇങ്ങനെ ചെരിഞ്ഞു വരുന്നത് കാണാം. അതുപോലെ തന്നെയാണ് ഇവരുടെ ഇടയിലുള്ള സ്പിരിച്വൽ ആൻഡ് ഇമോഷണൽ കണക്ഷനും. ഇയാൾ എത്രത്തോളം ദൂരെ പോകുന്നോ അത്രത്തോളം ഈ വൈഫിൻ്റെ സ്പിരിച്വൽ ആൻഡ് ഇമോഷണൽ കണക്ഷൻ, അവരുടെ ഇടയിലുള്ള കണക്ഷൻ ലീൻ ചെയ്ത് ഒരുമിക്കാൻ വേണ്ടി പോകുന്നുണ്ട് എന്നുള്ളതാണ്. സോ അതേപോലെ തന്നെ ഈ ജോൺ ഡൺ തിരിച്ചു വരുന്ന സമയത്ത് ഇവരുടെ ലവ് എന്ത് ചെയ്യുക, റീസ്റ്റോർ ചെയ്യപ്പെടുകയാണ്, അത് കൂടുതൽ സ്ട്രെങ്തൻ ആവുകയാണ്. അതാണ് ആ ഫ്രേസ് ആയിട്ടുള്ള ഗ്രോസ് ഇറക്റ്റ് ആസ് ദാറ്റ് കംസ് ഹോം എന്നുള്ളത് പറയുന്നത്. അതായത് ഡോൺ തിരിച്ചു വരുന്ന സമയത്തും എന്താണ്, പഴയ സ്നേഹം അതുപോലെ തന്നെ റീസ്റ്റോർ ചെയ്ത് സ്ട്രെങ്തൻ ആയി നിൽക്കുകയാണ്. പറയുന്നത് എന്താ, ഇവരുടെ ലവ്, അതായത് ഇവർ ഫിസിക്കലി രണ്ട് ഭാഗത്താണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിലും ഇവരുടെ ഉള്ളിലുള്ള ലവ് എന്താ സ്ട്രോങ്ങർ ആണ്. അതുപോലെ തന്നെ അത് റീയൂണൈറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, അതിലേറെ സ്ട്രോങ്ങറും ആവും, കംപ്ലീറ്റും ആവും എന്നുള്ളതാണ് പറയുന്നത്. സ്റ്റാൻസ such will thou be to me who must like the other foot obliquely run. Thy firmness makes my circle just and makes me end where I begun. ഇവിടെ ജോൺ ഡൺ നേരിട്ട് വൈഫിൻ്റെ അടുത്ത് പറയുകയാണ്, അതായത് താനൊരു ഫിക്സഡ് ഫൂട്ടാണ് കോമ്പസിൻ്റെ എന്നുള്ളത്. നമ്മളിപ്പോൾ ഫിസിക്കലി ദൂരെയാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിലും തൻ്റെ ആ ഒരു കോൺസ്റ്റൻസി, തൻ്റെ ആ ഒരു സ്ഥിരത, ഈ ഒരു സ്നേഹത്തിൽ കാണിക്കുന്ന ഒരു സ്ഥിരത, നമ്മളുടെ ബന്ധത്തിൽ കാണിക്കുന്ന ഈ ഒരു സ്ഥിരതയാണ് നമ്മളുടെ ലവിനെ ബാലൻസ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദൈ ഫേംനെസ് മേക്സ് മൈ സർക്കിൾ ജസ്റ്റ് എന്ന് പറയുന്നൊരു ഒരു ഫ്രേസ് യൂസ് ചെയ്യുന്നത് കാണാം. അതായത് വൈഫിൻ്റെ കോൺസ്റ്റൻസിയാണ് എന്ത്, അവരുടെ ആ ഒരു സ്നേഹത്തെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് മുഴുവനായിട്ട് നിർത്തുന്നത്. അതായത് ഒരു സർക്കിളിന് സെൻറ്റർ ഇല്ലാതെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ജോൺ ഡണ്ണിന് എന്ത്, വൈഫ് ഇല്ലാതെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അതാണ് പറയുന്നത്. ആ ഒരു സർക്കിളിൻ്റെ ആ ഒരു ജേണി, അതായത് ലവിൻ്റെ ആ ഒരു സർക്കിൾ, ലവിൻ്റെ ആ ഒരു ജേണി കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആര് വേണം, ജോൺ ഡണ്ണിന് ആൻഡൺ വേണം എന്നുള്ളതാണ്. സോ ഷീ ഈസ് ദ സോഴ്സ് ഓഫ് ഹിസ് സ്റ്റെബിലിറ്റി. അദ്ദേഹത്തിൻ്റെ സ്റ്റെബിലിറ്റിക്കുള്ള ഒരു സോഴ്സ് എന്ന് പറയുന്നത് ആരാ, നമ്മളുടെ ആൻഡൺ ആണ്. മേക്ക് മീ എൻഡ് വെയർ ഐ ബിഗൺ, അതിലെന്താ പറയുന്നത്, ലവിൻ്റെ സൈക്ലിക്കൽ നേച്ചറാണ്. എവിടെയാണോ ഞാൻ തുടങ്ങിയത് അവിടെയാണ് ഞാനിപ്പോൾ അവസാനിക്കുന്നത് എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അതായത് ജോൺ ഡണ്ണ് തൻ്റെ യാത്ര കഴിഞ്ഞ് തിരിച്ച് ഈ ആൻ ഡണ്ണിൻ്റെ അടുത്തേക്ക് തന്നെയാണ് വരുന്നത്. സോ ഈ ജേണി എത്രത്തോളം ദൂരം, ചിലപ്പോൾ ഒരുപാട് ദൂരം നമ്മളെ ഈ ജേണി കൊണ്ടുപോയിട്ടുണ്ടാവാം. അതായത് ജോൺ ഡണ്ണിനെ ഈ ജേണി ഒരുപാട് ദൂരം കൊണ്ടുപോയിട്ടുണ്ടാവാം. എന്നാലും ഈ സെൻറ്ററിൽ ഇങ്ങനെ ഫേമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ഓൾവേസ് എന്താണ്, ആ തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അവരുടെ ഇടയിലുള്ള കണക്ഷൻ്റെ ഒരു എൻഡ്യൂറിങ് ആയിട്ടുള്ള ഒരു എറ്റേണൽ ആയിട്ടുള്ള ഒരു നേച്ചറിനെയാണ്, എറ്റേണൽ എന്ന് പറഞ്ഞാൽ എന്താ, അന്ത്യമില്ലാത്ത അല്ലേ, അനശ്വരമായിട്ടുള്ള എന്നൊക്കെ പറയും. അത്തരത്തിലുള്ള ആ ഒരു സ്വഭാവത്തെയാണ്, അവരുടെ ആ കണക്ഷൻ്റെ ആ ഒരു സ്വഭാവത്തെയാണ് എന്ത് പറയുന്നത്, ഈ ദ ഐഡിയ ഓഫ് എൻഡിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് വാലിഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗിൽ പറയാനുള്ളത്. ഇതെല്ലാവരും വായിക്കുക, നല്ലൊരു പോയമാണ്. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്.